കൽപ്പറ്റ പോലീസ് ക്യാമ്പിലെ കമാൻഡിംഗ് ഓഫീസർ രാമൻകുട്ടിയെ താലിബാൻ മോഡലിൽ വീട് വളഞ്ഞ് കൊലപ്പെടുത്തിയെന്ന ആരോപണം ഹിന്ദു ഐക്യവേദി ആരോപണം ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് ആസ്പദമായ സംഭവം കഴിഞ്ഞ ദിവസം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ പോലീസ് ക്യാമ്പിലെ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിൽ റിട്ടയർ ചെയ്ത രാമൻകുട്ടി അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് ബസ് കയറി വരുമായിരുന്നു. ഒരു ചാക്കിനകത്ത് കുറെ തേങ്ങ കൃഷിയിൽ ലഭിച്ച ആദായങ്ങളൊക്കെ വെച്ച് പ്രൈവറ്റ് ബസ്സിൽ വരുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു സ്ത്രീ വന്നിരുന്നു. കാരണം അദ്ദേഹം യാത്ര ചെയ്യുന്ന ബസ്സിലെ 2 പേർക്കുള്ള സീറ്റില് ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ രാമൻകുട്ടി ഇരിക്കുന്നിടത്തും ഒരു സ്ത്രീ വന്നിരുന്നു. അവരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞപ്പം വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. പോലീസ് ഈ കാര്യം സംസാരിച്ച ആ സ്ത്രീയുമായിട്ട്, അദ്ദേഹം ഇരുന്ന സീറ്റിൽ സ്ത്രീ വന്നിരുന്നതാണ്. അപ്പോൾ അവർ അദ്ദേഹത്തെ വണ്ടി കുലുങ്ങിയപ്പം ടച്ച് ചെയ്തിട്ടുണ്ടാവോ, ഏതായാലും ശരി, ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് കണ്ട് കേസെടുത്തില്ല. ഏതായാലും ആ സ്ത്രീക്കും അത് മനസ്സിലായി. അത് പ്രശ്നം രമ്യമായി കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ പരിഹരിച്ചു വിട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട് വളരെ ദൂരെ കൃഷിസ്ഥലം അല്ലെ കൃഷി മാത്രം ചെയ്യുന്ന ഗ്രാമീണരുടെ സ്ഥലമാണ്. അതുകൊണ്ട് അടുത്തടുത്ത് വീടുകളില്ല. എങ്കിലും തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമല്ല അവിടെ. പക്ഷേ അദ്ദേഹം വീട്ടിൽ രാത്രി ഇരിക്കുമ്പോൾ ഏകദേശം 9:30-10 മണിയായപ്പോൾ ഏകദേശം 75ഓളം ആൾക്കാർ അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു. അവരെ ആ സ്ത്രീയോട് ഇദ്ദേഹം മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് പകരം ചോദിക്കാൻ വന്നു. അത് താലിബാൻ മോഡലിലെ ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവിടെ വന്നു. നെടുങ്കരണ എന്നൊരു സ്ഥലമുണ്ട് ഇയാളുടെ വീടിനടുത്ത്. അവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കൂടെയാണ് 75ഓളം ആൾക്കാർ ഈ വീട് വളഞ്ഞത്. അവര് ഇയാളെ താലിബാൻ മോഡലിൽ കൊലപ്പെടുത്തും എന്നുള്ള രീതിയിൽ വടിവാളും ആയുധങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത്. അതിന് തൊട്ടടുത്ത് താമസിക്കുന്ന റഷീദ് എന്ന് പറഞ്ഞ ഒരാൾ, ഇയാളുടെ വീട്, ഈ പോലീസ് ഓഫീസറുടെ വീടിന്റെ തൊട്ടടുത്ത് റഷീദ് എന്ന് പറഞ്ഞ ആള്, അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹമായിട്ട് ലോഹ്യമാണ്. അങ്ങനെ അദ്ദേഹം അവിടെ വന്നു. അന്നേരം വീടിനകത്ത് രാമൻകുട്ടി അകത്ത് നിന്ന് വീട് പൂട്ടി അകത്തിരിക്കുകയായിരുന്നു. ആൾക്കാരെല്ലാം വീടിന് ചുറ്റും വളഞ്ഞു. റഷീദ് പറഞ്ഞു, അപ്പൊ ആ കൂടെ ഡിവൈഎസ്പി ഓഫീസിലെ ഒരു വ്യക്തി, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടു. അതുകൊണ്ട് റഷീദ് പറഞ്ഞു, ഡിവൈഎസ്പി ഓഫീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്, ഫൈസൽ എന്നായുള്ള പേര്. അപ്പോൾ അതുകൊണ്ട് പോലീസ് എന്തോ ആവശ്യത്തിന് വന്നതാണ്. അത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വാതിൽ തുറന്ന് വെളിയിൽ വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. നേരത്തെ പോലീസ് സ്റ്റേഷനിലെ ഉണ്ടായ സംഭവത്തിൻ്റെ തുടർച്ചയാണിത്. ഇദ്ദേഹത്തിനെ ആക്രമിക്കാൻ ഒരുപറ്റം ആൾക്കാരവിടെ വന്നു. അവർ തക്തീർ വിളി നടത്തി എന്ന് അവിടുത്തെ ഹിന്ദു ഐക്യവേദിയിലെ ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ ഗുരുതരമായെന്ന് കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ 2 മക്കള് അടുത്ത് കല്യാണം കഴിച്ചയച്ചിട്ടുണ്ട്. മക്കള് പെൺകുട്ടികളാണ്. അവരും അവരുടെ ഭർത്താക്കന്മാരും ഇവിടെ വന്നു. അവര് വീടിനകത്ത് കയറി. അതിനുശേഷം പിതാവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ആ ആൾക്കാര് ചുറ്റുവട്ടം വീടിന് ചുറ്റും കൂടിയിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും എന്ന് കരുതി അദ്ദേഹം വീട്ടിൽ നിന്നൊരു 5000 രൂപ എടുത്ത് പാൻറ്റും ഷർട്ടും ഇട്ട് പിന്നാലെ ഈ ആൾക്കൂട്ടം കാണാതെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ രക്ഷപ്പെട്ടു പോയ ആള് വഴിക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യം വേണ്ടി വരുമെന്ന് കരുതി 5000 രൂപ വീട്ടിൽ നിന്ന് എടുത്ത് പാൻറ്റും ഷർട്ടും ഇട്ട് പോയ ഒരു വ്യക്തി കാണാതെ വന്നിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ നോക്കിക്കഴിഞ്ഞപ്പം സമീപത്തുള്ള ഒരു കിണറ്റിൽ ഇദ്ദേഹം മരിച്ചു കിടക്കുന്ന കണ്ടു. കഴുത്തിൽ ഒരു 10-25 ചുടുകട്ട കഴുത്തിൽ കെട്ടി കയറുകൊണ്ട് കെട്ടിയിട്ടാണ് വെള്ളത്തിൽ താഴ്ത്തിയിരിക്കുന്നത്. അത് കൊലപാതകമാണ്. രാമൻകുട്ടിയുടെ മരണം കൊലപാതകമെന്ന് മക്കളും നാട്ടുകാരും പറയുന്നു. ആ രാമൻകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. കാരണം ഈ ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വഴിച്ചെലവിനുള്ള പൈസ കരുതി 5000 രൂപയും എടുത്ത് പാൻറ് ഷർട്ടും ഇട്ട് വെളിയിൽ പോയി രക്ഷപ്പെട്ട ആള് എങ്ങനെയാണ് ഈ കിണറ്റിൽ വന്നത് എന്നാണ് ഇപ്പം പൊതുവായിട്ട് വരുന്ന ആക്ഷേപം.
കാരണം അദ്ദേഹം ആത്മഹത്യയ്ക്ക് തുനിഞ്ഞല്ല പോയിരിക്കുന്നത്, അദ്ദേഹം രക്ഷപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണ് പാൻറ് ഷർട്ട് ഇട്ട്, അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിലിട്ട വേഷത്തിൽ അങ്ങ് പോയാൽ മതിയായിരുന്നു. അതിനടുത്തുള്ള കിണറ്റിലേക്ക് പോയി ചാടിയാൽ മതി. ഇദ്ദേഹത്തിന്റെ ടോർച്ചും ചെരുപ്പും ഒക്കെ ആ പൊട്ടക്കിണറിന്റെ അടുത്ത് തന്നെ കാണപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാത്തതുണ്ടായി. SDPI-ക്കാരാണ് ഇതിന്റെ പിന്നിലെന്ന് ഹിന്ദു ഐക്യവേദി രംഗത്ത് വന്ന് ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നത്. തീവ്ര മതചിന്ത ഉള്ളവരാണ് ഇതിനകത്ത് വന്ന് ഇദ്ദേഹത്തിന്റെ വീട് വളഞ്ഞതെന്നും അത് താലിബാൻ മോഡലാണ് എന്നൊക്കെ ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ആ കിണറിന് 12 അടി താഴ്ചയാണുള്ളത്. വളരെ ചെറിയ കിണറാണ്. കഴുത്തിൽ 25 കിലോ തൂക്കമുള്ള ഇഷ്ടിക കെട്ടിയിരിക്കുന്നുണ്ട്. അത് തന്നെ കെട്ടി അങ്ങനെ ചാടാൻ പറ്റുമോ? 25 കിലോയോളം വരുന്നുണ്ട് കഴുത്തിൽ. ആൾതാമസം കുറവായ കാർഷിക മേഖലയിലാണ് ഇദ്ദേഹം താമസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംഭവം കാണാനുള്ള, അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ, അദ്ദേഹത്തിന് ഈ വന്നുകൂടിയ 75ഓളം ആൾക്കാർ പിടിച്ച് കെട്ടിക്കൊണ്ട് ഇട്ടതാണോ ഒന്നും അറിയില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് വെളിയിൽ ചാടിയപ്പോൾ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് കെട്ടി താഴ്ത്തിയതാണോ എന്നും ആക്ഷേപമുണ്ട്. നെടുങ്കർണ എന്ന ഒരു സ്ഥലത്തുനിന്ന് വന്ന ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറെ ആൾക്കാരാണ്, 75-80ഓളം പേരോളാണ് ഇങ്ങേരുടെ വീട് വന്നു വളഞ്ഞത്. ഏതായാലും ആ കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു, ഫൈസൽ. അത് DYSP ഓഫീസിലാണ്. അദ്ദേഹം പോലീസിന്റെ ഒരു ഓവർകോട്ട് ഇട്ടുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് രാത്രിയിൽ. അതുകൊണ്ടാണ് വീടിനടുത്തുള്ള ഫൈസൽ എന്ന ആള് പറയുന്നത്, റഷീദ് എന്ന് പറഞ്ഞ ആള് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്, വേറെ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നതായിരിക്കും എന്ന് കരുതി. ഇദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. എന്തായാലും 3:30 മണി വരെ അവിടുത്തെ കൽപ്പറ്റ പോലീസിനെ വിളിച്ചിട്ട് അവരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, വന്നില്ല. അതിനുശേഷമാണ് ഈ മരണം എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം വളരെ വിവാദമായിരിക്കുകയാണ് വയനാട്ടിൽ. യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് കൽപ്പറ്റ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു കൊലപാതകമാണ് എന്ന് വീട്ടുകാരും അവരോട് ചേർന്ന ആൾക്കാരും പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് അങ്ങനെയല്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്ന് വീട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാരും പറയുന്നു. ഏതായാലും വീട്ടിൽ 10, 75, 80 ആൾക്കാർ ഒന്നിച്ചു വന്ന് വീട് വളഞ്ഞത് ഒരു സംഭവം. ആ സ്ത്രീയെ ഒന്നിച്ച് സീറ്റിലിരുന്ന സമയത്ത് ദേഹത്ത് തൊടുകയോ പിടിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന ആക്ഷേപത്തിന്റെ പുറത്തായിരിക്കാം. അവർക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം, അതുമാകാം. കാരണം കയറി പിടിച്ചെന്നുള്ളൊരു ആക്ഷേപം ഇല്ല. പോലീസ് സ്റ്റേഷനിൽ അതേപ്പറ്റി വിശദമായി സംസാരിക്കുകയും ആ സ്ത്രീയോട് ഇതുമായിട്ട് സംസാരിക്കാൻ അവസരം കൊടുക്കുക, അങ്ങനെയെല്ലാം ഉണ്ടായി എന്ന് ബോധ്യപ്പെടുത്തി അത് രമ്യതയിൽ പരിഹരിച്ചു വിട്ട സംഭവമാണ് ഈ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ മരണത്തിലേക്ക് വന്നത് എന്ന് ഞാൻ കരുതുന്നു.